ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനു. ഞാനൊരു വീട്ടമ്മയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. 2 കുട്ടികളുമുണ്ട്. എനിക്ക് ഒരു അനിയത്തിയുണ്ട്, ടിനു. ഞങ്ങളുടെ 2 പേരുടേതും യഥാർത്ഥ പേരില്ല കേട്ടോ. ഒരു പ്രാസം ഒപ്പിച്ച് ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ടിനു എന്നേക്കാൾ 2 വയസ്സിന് ഇളയവളാണ്. എൻ്റെ കല്യാണം ശടപടയിൽ നടന്നു. പക്ഷേ എന്നേക്കാൾ സുന്ദരിയായ അവളുടെ കല്യാണം നടക്കാൻ വലിയ പാടായിരുന്നു. വരുന്ന പയ്യന്മാർക്കൊക്കെ അവളെ ഇഷ്ടമാകും, അവൾക്കും ചിലരെയൊക്കെ ഇഷ്ടമാകും. എന്നാലും അവസാന നിമിഷം എന്തോ അതൊക്കെ തട്ടിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഭർത്താവ് പറഞ്ഞത്, എടി, എൻ്റെ ഒരു കസിനുണ്ട്, അവൻ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ട്, അവനെ നമുക്ക് ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്തെങ്ങാണെങ്കിൽ വേണ്ട. കാര്യം 2 പേരും അടുത്തടുത്താണെങ്കിൽ അത് പിന്നെ വല്ലാത്ത തൊന്തരവാകും. അത് കേട്ട് ഭർത്താവിനോട് ചോദിച്ചു, സാധാരണ ചേട്ടത്തി അനിയത്തിയും അടുത്തടുത്ത് നിൽക്കാനല്ലേ ആഗ്രഹിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, തൊട്ടടുത്താണെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഇവിടുത്തെ കസിൻസിനൊന്നും എനിക്കത്ര ഇഷ്ടമല്ല. അയ്യോ, നിന്റെ അനിയത്തിക്ക് രാജകുമാരനെ കൊണ്ടുവരാടി ഞാൻ. എന്തായാലും എൻ്റെ കസിൻ ഇവിടെയല്ല, ഇവിടുന്ന് 10-25 കിലോമീറ്റർ അകലെയാണ്. എന്നാ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. ഏതെങ്കിലും ഒരു കല്യാണം നടക്കണമെന്ന് വെച്ചിരിക്കുമ്പോഴേക്കും അവൾക്ക് അടുത്ത് വേണ്ട, അകലെ വേണം. എന്തൊക്കെ നിബന്ധനകളാണ്! ചുമ്മാ അതല്ല നിൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കാതെ പോകുന്നത്, നിൻ്റെ അമ്മയും നീയുമാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഓർത്തു, കല്യാണം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ എന്ന്. കസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം, നല്ലൊരു പയ്യൻ, അവൾക്ക് ഇഷ്ടമാകുമായിരിക്കും. അങ്ങനെ അവളെ പോയി കണ്ടു. അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവളാണെങ്കിൽ ആണുങ്ങളെ കണ്ട് മടുത്തിരിക്കുകയാണ്. എല്ലാ കല്യാണങ്ങളും അലസി പോവുകയാണ്. ചെക്കൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഇച്ഛായൻ്റെ അടുത്ത ബന്ധുവല്ലേ, അതുകൊണ്ട് തന്നെ കല്യാണം പെട്ടെന്നങ്ങ് നടന്നു. പക്ഷേ അപ്പോഴേക്കും എനിക്ക് 2 കുട്ടികളുമായി. ഇവളുടെ കല്യാണം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ഞാൻ 2ാമത്തെ പ്രസവം കഴിഞ്ഞു. ഇനി എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമാണ്. വലിയ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമുള്ള മനുഷ്യനല്ല. മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാൽ ഇൻട്രസ്റ്റ് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇൻട്രസ്റ്റ് ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസം വഴിപാട് പോലെയാണ്. അത് കറക്റ്റ് നടക്കുകയും ചെയ്യും. ഏതെങ്കിലും അവസരത്തിൽ ഞാൻ നിഷേധിച്ചാൽ കൂടി അത് പറ്റില്ല, ഞാനിന്ന് നോക്കി വെച്ചിരുന്ന ദിവസമാണ്, നീ ഇങ്ങനെ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുനയിപ്പിക്കും. അപ്പോൾ പിന്നെ ഏതവസ്ഥയാണെങ്കിലും ഞാനങ്ങ് സമ്മതിക്കും. പിന്നെ എൻ്റെ ഭർത്താവിന് പല ദിവസവും പല മൂഡാണ്. ചിലപ്പോൾ നല്ല വന്യമായ പെരുമാറ്റമായിരിക്കും, ചിലപ്പോൾ വളരെ സോഫ്റ്റായിരിക്കും. സമയം അതുപോലെയാണ്. മാക്സിമം 15 മിനിറ്റാണ്, ചിലപ്പോൾ അത് 5 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ്, ചിലപ്പോൾ മാക്സിമം ടൈം കിട്ടും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് ഓക്കെ അല്ല. അദ്ദേഹത്തിന് എല്ലാ സമയത്തും ഓക്കെയാണ്. കാര്യം പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ, സ്ത്രീകൾ അങ്ങനെയല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എപ്പോഴുമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ അസംതൃപ്തിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കുമല്ലോ കാര്യങ്ങൾ. പിന്നെ പുരുഷന്മാരെല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയാണ്. അവനവൻ്റെ കാര്യമാണ് അവർക്ക് ഏറ്റവും വലിയ കാര്യം. അതിൻ്റെ ഇടയിൽ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ തന്നാലായി എന്ന രീതിയാണ്. പറയുമ്പോൾ പറയും, സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഭർത്താക്കന്മാരും പുരുഷന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് ഏത് വഴിയിലൂടെയും അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമാണ് വലുത്. അതിപ്പോൾ തർക്കിച്ചിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പല പെണ്ണുങ്ങളും അടങ്ങി ഒതുങ്ങിയിരിക്കും, സഹിക്കും, അല്ലെങ്കിൽ വേറെ വഴി നോക്കും. പിന്നെ എനിക്ക് അത്ര ഒരു ഗതികേട് വന്നിട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതം ഏകദേശം നല്ലതാണെന്ന് എനിക്ക് പറയാൻ കഴിയും. മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല. എനിക്ക് 2 കുട്ടികളുമായി. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ്. 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളുണ്ടാകുന്നില്ല. ആദ്യത്തെ 1 വർഷം ഹണിമൂണ് എന്നുള്ള നിലയിൽ ഓക്കെ. പക്ഷേ ഇവിടെ വില്ലെത്തി എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ആദ്യത്തെ 1 വർഷം ഓക്കെ, എൻജോയ് ചെയ്യൂ. പക്ഷേ അത് കഴിഞ്ഞ് 1.5 വർഷം, ആ 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത പദ്ധതി, അതിനുള്ള തെളിവ് സമർപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എങ്ങനെ പറഞ്ഞു, 1 വർഷം അടിച്ചു പൊളിച്ചു, പക്ഷേ 1 വർഷം കഴിഞ്ഞ് 6 മാസമാകുമ്പോഴേക്കും നീ വന്ന് ആ സന്തോഷ വാർത്ത പറയണമെന്ന്. അന്ന് ഞാൻ അമ്മയോട് ചോദിച്ചതാണ്, ഇതെന്താ വല്ല യന്ത്രങ്ങളുമാണോ കറക്റ്റ് സമയത്ത് സ്വിച്ചിട്ട പോലെ പ്രവർത്തിക്കാമെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, എടി, കഴിവുള്ള ആണും ആഗ്രഹമുള്ള പെണ്ണും ചേരുകയാണെങ്കിലേ എപ്പോൾ വേണമെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ മതി, കിടകിടാന്ന് കാര്യങ്ങൾ നടത്താൻ പറ്റും. എൻ്റെ കാര്യത്തിലൊക്കെ എന്തായിരുന്നു, ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അതുപോലെ നിൻ്റെ കാര്യത്തിലും നടക്കണമെന്ന് പറയും.
എൻ്റെ ഭർത്താവ് അപ്പോഴൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു, എടി നിൻ്റെ അമ്മ എന്തിനാണ് നിന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? ഇവരെന്തിനാണ് ഭാര്യയും ഭർത്താവിൻ്റെ കാര്യത്തിൽ കയറി ഇങ്ങനെ ഇടപെടുന്നത്? കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായ പോരെ എന്ന്. ഞാൻ പറയും, അമ്മ അങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റാണ്, അത് അമ്മയുടെ ജീവിതത്തിൽ എടുത്താൽ മതി. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എൻ്റെ അമ്മയോട് നേരിട്ട് എതിർക്കാനൊന്നും എൻ്റെ ഭർത്താവ് പോകാറില്ല. എന്നോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. അമ്മയല്ലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറഞ്ഞ് കൈ കടത്താറുണ്ട്. അമ്മ ഒരു തൻ്റെടിയാണ് പണ്ട് മുതലേ. പക്ഷേ എൻ്റെ അനിയത്തിയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് വന്ന്, എന്താടി അവർക്ക് കുട്ടികളുണ്ടാകാത്തത്? ഇത്രയും നാളായില്ലയോ? നീ രണ്ട് പെറ്റതല്ലേ, നീ നിൻ്റെ അനിയത്തിയെ ഉപദേശിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയല്ലേ ഉപദേശി, 24 മണിക്കൂറും അമ്മ ഇതിൻ്റെ പുറകെ നടക്കുകയല്ലേ. അമ്മ മകളോടും മരുമകനോടും അങ്ങ് പറ. എടി, അവിടെ സ്വഭാവം അറിയാമല്ലോ, അവൾ വേണമെങ്കിൽ ചാടിത്തുള്ളും. തറുതല പറയാൻ അവൾ നമ്പർ 1 ആണ്. അതുകൊണ്ട് നീ അങ്ങ് നയത്തിന് പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന്. ഞാൻ എൻ്റെ അനിയത്തെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അറിയില്ല ചേച്ചി, പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല, ഡോക്ടറെ കാണണം. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവനാണ് ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും. കല്യാണം കഴിഞ്ഞ ശേഷം അവൻ്റെ വണ്ണവും കൂടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം. അപ്പോൾ അനിയത്തിയും കൂടെയുണ്ട്. എടീ, നിൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ നിനക്കറിയില്ലേ? അവനെ പറഞ്ഞ് മനസ്സിലാക്കി റിസൾട്ട് ഉണ്ടാക്കേണ്ടത് നിൻ്റെ ബാധ്യതയല്ലേ? എടീ, പെണ്ണായാൽ നല്ല മിടുക്ക് വേണം, അങ്ങനെ ഭർത്താവിനെ കൊണ്ട് ഉപകാരമുണ്ടാക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി കയറി ഏറ്റു. അമ്മേ, കൗണ്ട് കുറവാണെന്ന് അറിഞ്ഞല്ലോ, ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഡോക്ടർ വല്ലതാണോ? ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടുണ്ട്, അത് കൂടിയല്ലേ കാര്യമുള്ളൂ, അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. നന്നായി പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലൊന്നും നടക്കില്ലടി. 3 വർഷമാകുമ്പോഴേക്കും റിസൾട്ട് കിട്ടിയേ തീരുമെന്ന്. അവൾ ചോദിച്ചു, ഇതെന്താ SLC പരീക്ഷയോ? അതെന്താണെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ചിട്ട് നീ ഇങ്ങി പോരെ, ഇവിടെ വേറെ നല്ല ആണുങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കൂടെ തന്നെ 2-3 ദിവസം നിന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എടി, ഇതല്ലാതെ അവനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? നിൻ്റെ ജീവിതം ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. അങ്ങേര് രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, ഇടയ്ക്ക് എന്നോട് സ്നേഹം കാണിക്കും, ചില സമയത്ത് ഒട്ടും സ്നേഹമില്ല, തിരിഞ്ഞു കിടന്ന് കൂർക്കമല്ലിച്ചുറങ്ങും. ഞാൻ അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞാലും അനക്കമേ ഇല്ല. ചില സമയത്ത് ഒന്നും പറയേണ്ട കാര്യമില്ല, ഓടിച്ചാടി ഇങ്ങ് വരും. അങ്ങനെയാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? ആ, വയറ് ചാടി, അതുകൊണ്ട് ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയും. ഞാനാണെങ്കിൽ പിന്നെ നിർബന്ധിക്കാനും പോകുന്നില്ല. എടി, നീ ഒരു കൊച്ചു പെണ്ണാണ്, നീ ഇങ്ങനെ ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് അലസമായിരുന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്ന് ഞാനും പറഞ്ഞു. ചേച്ചി എന്തായി പറഞ്ഞത്? പിന്നെ അയാളെ കൊണ്ട് ഞാൻ വില സ്വിച്ച് വിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, കാര്യമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവൾക്കുണ്ട്. എന്നേക്കാൾ പണ്ടേ അവൾ ഊർജ്ജസ്വലയാണ്. അവളാണെങ്കിൽ 2 മതിൽ ഒന്നിച്ചു ചാടുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ദേ വാടിയ താമരത്തണ്ട് പോലെയാണ് ജീവിതം. ഇവനെയൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും നിൻ്റെ ഗതി എനിക്ക് വന്നില്ലല്ലോ മോളെ. കാര്യം എൻ്റെ ഭർത്താവ് കുറച്ചൊക്കെ നല്ല മനുഷ്യനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, അങ്ങേർക്ക് എന്നോട് സ്ഥിരമായൊരു കൺസിഡറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, സ്ഥിരമായിട്ടുണ്ടോ എന്ന്. ഞാൻ നാണത്തോടുകൂടി തല താഴ്ത്തി, ആ, ചേച്ചി ഒരു ഭാഗ്യവതിയാണെന്ന്. ഞാൻ പറഞ്ഞു, ഭാഗ്യവതിയൊക്കെയാണ്, പക്ഷേ ഇടയ്ക്ക് മാത്രമേ എനിക്ക് ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഓ മോളെ, ടൈം ചിലപ്പോഴേ ഉള്ളൂ എന്ന്. മമ്പടി കള്ളി, എങ്കിലും ഉണ്ടല്ലോ, ആലിപ്പഴമഴ ഇടയ്ക്കിടയ്ക്ക് പൊഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ പുറകിൽ നുള്ളി. അവൾക്ക് അതീവ താല്പര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ആലിപ്പഴം പോയിട്ട് ഒരു ചാറ്റൽ മഴ പോലും വീണ ലക്ഷണമില്ല. അവൾക്ക് ഉള്ളിൽ മോഹമുണ്ട്, പക്ഷേ ഉള്ളിലെ മോഹം മലരായി വിടരാൻ ഒത്തിരി താമസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവളത് തുറന്നു പറയുന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു പരാജിതയായി പോകില്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം ബെറ്ററാണ്. എൻ്റെ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. തലമുടി അഴിച്ചിടണം, കെട്ടിവെക്കുന്നത് ഇഷ്ടമല്ല. അതേപോലെ തന്നെ ചുവപ്പോ അല്ലെങ്കിൽ നീലയോ ഉള്ള ഗൗണോ അല്ലെങ്കിൽ നൈറ്റിയോ മാത്രമേ ഇടാവൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും, എനിക്കറിയില്ല, ആ നിറങ്ങളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ആ നിറമില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയും. ചിലപ്പോൾ ഞാൻ വയ്യാത്ത കിടന്നുറങ്ങയാകും, ആ സമയത്ത് വരും. അപ്പം നിഷേധിക്കാൻ പറ്റില്ലോ. അപ്പോൾ എന്നോട് പറയും, നീ പോയി ആ ഗൗൺ എടുത്തിടാനും. ഞാൻ പറയും, എനിക്ക് നൈറ്റി ഒന്നും ഇടാൻ വയ്യാന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിക്കും. എന്നിട്ട് അങ്ങനെയാണ് മാഡം ഇത്ര
ഇത്തരം വിചിത്ര സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിലുള്ള കേട്ടോ, ഡ്രസ്സിൻ്റെ കളറൊക്കെ നോക്കി ആസ്വദിച്ച് കഴിഞ്ഞിട്ടേ അദ്ദേഹം പടിവാതിൽ തുറക്കൂ. അതെന്തോ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാ ആണുങ്ങൾക്കും ഓരോരോ ഇഷ്ടങ്ങൾ കാണുമായിരിക്കും. പെണ്ണുങ്ങൾ അതനുസരിച്ച് നിൽക്കണ്ടേ? അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പമല്ലേ മാഡം പറയുന്നത് പോലെ. അങ്ങനെ അനിയത്തിയുടെ ചികിത്സയും മറ്റുമായി ഏകദേശം 3 വർഷം കവർ ചെയ്തു. അപ്പോഴേക്കും എൻ്റെ അമ്മ വയലൻ്റായി. മരുമകളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവനോട് പറഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിൽ സ്ഥിരം വരും. എന്നിട്ട് അനിയത്തിയും വിളിച്ചു വരുത്തും. എന്നിട്ട് അങ്ങ് ചർച്ചയാണ്. കണ്ടില്ലേ, നിൻ്റെ ചേച്ചിക്ക് ഇട്ടിരിക്കുന്ന ഹസ്ബൻഡിനെ പുള്ളി ഹസ്ബൻഡിനെയാണ് നിനക്ക് വേണ്ടിയതും. അല്ലാതെ ഇതുപോലൊരു പൊട്ടനെയും പോടനെയും നിനക്ക് ആവശ്യമില്ല മോളെ. അവനെ നീ ഉപേക്ഷിക്കുക. നല്ല ആണുങ്ങൾ വേറെയുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹമോചനം ചെയ്ത് വേറൊരുത്തരെ കണ്ടുപിടിക്കാവുന്ന. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഭർത്താവിനോട് നല്ല താല്പര്യമുണ്ട്, ഇഷ്ടവുമുണ്ട്. കാരണം അവൻ മറ്റെല്ലാ കൂട്ടങ്ങളും അടുപ്പിച്ച് കൊടുത്ത് അവളുടെ ജീവിതം നന്നാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം വർക്കൗട്ട് ആകുന്നില്ല. അതത്ര പറഞ്ഞിട്ടും അവനോട്ട് കേൾക്കുന്നുമില്ല. ചികിത്സയിട്ട് ശരിയാകുന്നുമില്ല. അമ്മയാണെങ്കിൽ തുലാസിൽ കയറി തുള്ളുകയാണ്. അവളില്ലാത്തപ്പോഴും വീട്ടിൽ വന്ന് എന്നോട് പറയും, അവളോട് നീ പറയണമെന്ന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളുണ്ടാകില്ല. അതിന് മറ്റു പല ഘടകങ്ങളും ഒന്നിച്ചു ചേരണമെന്ന്. അങ്ങനെ ഒരു ദിവസം എന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഇത് പറഞ്ഞ് തുള്ളിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് വലിയ ആക്രാന്തമാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യേ, നേരെ ഇളയ മോളുടെ വീട്ടിൽ പോയി അങ്ങ് താമസിക്കുക. എന്നിട്ട് ഇളയ മോളെ വെറുതെ വിടുക. അമ്മ ഒരുങ്ങി കിട്ടി ഇളയ മരുമകൻ്റെ അടുത്തേക്കങ്ങ് ചെല്ലുക. അമ്മയുടെ സൗന്ദര്യം കണ്ട് അവന് വീഴും. പിന്നെ അമ്മയാണെങ്കിൽ വലിയ എക്സ്പെർട്ടല്ലേ, അമ്മയ്ക്ക് എല്ലാം സാധിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങൾ റെഡിയാകും. പിന്നെ ആ കുട്ടിയെ മോൾക്കങ്ങ് കൈമാറിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെ എന്നോട് വഴക്കുണ്ടാക്കി. എടീ, എൻ്റെ മിടുക്ക് നിനക്കറിയാത്തോണ്ടാണ്. ഈ പ്രായത്തിലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീ പറഞ്ഞതിൻ്റെ അപ്പുറം എനിക്ക് സാധിച്ചെടുക്കാം. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്ക് നാണക്കേട്, നിങ്ങൾക്ക് നാണക്കേട്, എൻ്റെ ഭർത്താവിന് നാണക്കേട്. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥ, അത്രയേ ഉള്ളൂ. അവൾക്ക് കുഞ്ഞുണ്ടായെങ്കിൽ മാത്രമേ അവളുടെ പേരുദോഷം മാറുകയുള്ളൂ. അതുകൊണ്ട് അവൾക്ക് എല്ലടി നടക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഇപ്പം ഇനി എന്ത് ചെയ്യാനാണ്? കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കൃത്രിമത്തിന് പോകുന്നതിന് മുമ്പ് വേറൊരു കൃത്രിമ വഴിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? എടി, നീയാണെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ മതി. അതെന്താ ഞാൻ കണ്ണടച്ചെങ്കിൽ എന്താണ്? എടി, നിന്റെ ഭർത്താവ് ഇവിടെ വെറുതെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ നല്ല തണ്ടും തടിയുണ്ട്. അവൻ്റെ കാര്യം നമുക്കുറപ്പാണ്. അവനൊന്ന് തൊട്ടാൽ മതി, കാര്യങ്ങൾ റെഡിയാകും. അമ്മ തമാശ പറയുകയാണോ? എന്നെ കളിയാക്കിയതാണോ? എടി, നിന്നെ ഞാൻ എന്തിനു കളിയാക്കണം? ഞാൻ ഉള്ളതാ പറഞ്ഞത്. നിൻ്റെ അനിയത്തിയാണ് അവൾ. നിൻ്റെ മോളെപ്പോലെ ഉള്ളൂ. അവളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിൻ്റെ കടമയാണ്. അവൾക്ക് അവനെ ഉപേക്ഷിക്കാൻ വയ്യ. കാര്യം അവൻ നല്ല സ്നേഹമുള്ളവനായിരിക്കാം, പക്ഷേ ഗുണമില്ല. അപ്പോൾ അവളെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ റെഡിയാക്കാൻ എന്തോ ഒരു വഴി. നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കുമ്പോഴേക്കും അത് 100% നമുക്ക് ഉറപ്പുള്ള കേസാണ്. ഇനിയിപ്പോൾ അവനവിടെ ഗുളിക കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതൊന്ന് ശരിയാകുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. പക്ഷേ നീ ഒന്ന് മനസ്സ് വെച്ച് നിൻ്റെ ഭർത്താവിനോട് പറയുക. അപ്പോൾ റിസൾട്ട് ഉണ്ടാക്കുന്നത് വരെ മതി, ഒരു കുഴപ്പവുമില്ല. നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാനാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴേക്കും നിൻ്റെ അനിയത്തിക്കൊരു ജീവിതം കിട്ടും. മറ്റേ പൊട്ടം വിചാരിക്കും ചികിത്സയുടെ ഫലം കൊണ്ടുണ്ടായതാണെന്ന്. അപ്പോൾ എല്ലാം സ്മൂത്താകും. നമ്മുടെ കുടുംബം എല്ലാം നല്ല രീതിയിൽ പോകും. പിന്നീട് രണ്ടാമതൊരു കുട്ടി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കുട്ടി ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും അമ്മേ, അത് ശരിയാകില്ലല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മ പറയും, ഇതൊക്കെ ശരിയാകൂ. കുടുംബം എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും തമ്മിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. മോളെ, ഗതികെട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇനിയും എൻ്റെ മോള് നാണക്കേടിൻ്റെ കയ്പുനീര് കുടിക്കേണ്ടി വരും. നീ ഒന്ന് മനസ്സ് വെക്കടി. നിൻ്റെ ഭർത്താവിനോട് നീ പറ, അവൻ ഈ പറഞ്ഞതുപോലെ ഭയങ്കര പ്രശ്നക്കാരനൊന്നും അല്ലല്ലോ. നീ ഒന്ന് സ്നേഹിച്ച് കൊഞ്ചിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കും. എന്നാലും അമ്മേ, അത് റിസ്ക് അല്ലേ? എന്ത് റിസ്ക്? ഒരു റിസ്ക്കുമില്ല. ഏറ്റവും റിസ്ക് ഇല്ലാത്ത ഒരു വർക്കെന്ന് പറയുമ്പോൾ ഇതല്ലേ മോളെ? നീ എൻ്റെ പുന്നാരയല്ലേ? അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവ് സമ്മതിക്കും. നീ ഭയങ്കര പോസസീവ്നെസ് ആയിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അവനെ എന്തായാലും അവൾ വിളിച്ചുകൊണ്ടൊന്നും പോകില്ല. നിൻ്റെ വിവാഹമോചനം നടക്കില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മയാണ് മോളെ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഒന്നാടി. പിന്നെയും അമ്മ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും തോന്നി, എൻ്റെ അനിയത്തിയുടെ ജീവിതമല്ലേ, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് അന്ന് രാത്രി ഞാൻ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഇന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കിന്ന് പൗർണമി ഡേ ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചു, പൗർണമിക്കും അമാവാസിക്കുമാണോ നിങ്ങൾക്ക് വട്ടിളകുന്നത്? പണ്ടുള്ളവർ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതെ, എനിക്ക്
ഇളകിക്കഴിഞ്ഞു, ഇന്ന് ഇളക്കി മറിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ആവേശത്തോടു കൂടി പുൽകി. ഇന്ന് പലതും പറഞ്ഞ് ശരിയാക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് അന്ന് ഞാനും നന്നായി നല്ല സന്തോഷത്തിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എൻ്റെ അമ്മയുടെ ഇളക്കിമറിച്ചിലിനെക്കുറിച്ചും നിങ്ങൾക്കറിയാമല്ലോ. മിക്കപ്പോഴും ഇവിടെ വന്ന് വഴക്കും വക്കാണുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ അവർക്കാകെ 2 പെൺമക്കളല്ലേ ഉള്ളൂ. ഇവരുടെ സ്വഭാവം കണ്ടിട്ട് 100 പിള്ളേരുണ്ടാകുന്ന രീതിയിലാണല്ലോ. എന്നിട്ട് അവർക്കെന്താ ഉണ്ടാകാഞ്ഞത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തൊക്കെ തന്നെയാണെങ്കിലും അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്ക് ചടപടയെന്ന് 2 കുട്ടികളുണ്ടായി. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അവളുടെ കാര്യം അങ്ങനെയല്ല. കഷ്ടത്തിലും നഷ്ടത്തിലുമാണ് ജീവിതം. അവൾ പല രീതിയിലും പരാജിതയാണ്. പക്ഷേ അവന് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് ഉപേക്ഷിച്ചിട്ട് പോരാനും പറ്റില്ല. അവസാനം അമ്മ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഞെട്ടിപ്പോയി. നിൻ്റെ അമ്മയ്ക്ക് എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പം അത് പൂർണ്ണമായെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, അമ്മ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായി കരുതരുത്. ഇതൊരു കരുതൽ കൂട്ടായ്മയായിട്ട് വിചാരിക്കണം. കൂട്ടമായ പ്രവർത്തന ഫലം കൊണ്ട് മാത്രമേ റിസൾട്ട് ഉണ്ടാക്കൂ എന്നാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. പുള്ളിക്കാരനോട് പറഞ്ഞു, അവസാനം നീയോ അമ്മയോ അവളോ ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ചൊറിയാനോ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവം മാറും. ഇതിന് പേരിൽ നിങ്ങളാരും എന്നോട് ഒരിക്കലും വഴക്കുണ്ടാക്കുകയോ പിണങ്ങുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇല്ലെന്ന് ഞാൻ സത്യം ചെയ്തു. എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിതൊക്കെ റിസ്ക് ആയിട്ട് തോന്നുന്നു. എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, എന്നാലും അവൾ എൻ്റെ അനിയത്തിയല്ലേ, എന്നെപ്പോലെ തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാനാണെന്നങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ഞാൻ റോക്കറ്റിൻ്റെ മൂട്ടിൽ ഇന്ധനം നിറച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നീ മിടുക്കിയാണെന്ന് എനിക്കറിയാവടി. അവൻ കുഴപ്പക്കാരനല്ല. അവൻ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാക്കും. അമ്മേ, അവളോട് അമ്മ പറഞ്ഞു, അവൾ സമ്മതിക്കുമോ? അവിടെ സ്വഭാവം കൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്ന അവൾ സമ്മതിക്കുമോ? എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ എന്താടി, അതൊന്ന് പറ, ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവളെ കാണുമ്പോഴേക്കും അവന് എന്തായിരിക്കും വിചാരിക്കുക? നീ അവിടെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് വിശദമായിട്ട് പറ. ഞാൻ അവളെ ട്രെയിൻ ചെയ്തിട്ട് വിടാമെന്ന് പറഞ്ഞു. അയ്യടാ, കിളവിക്ക് കഥ കേൾക്കാൻ എന്താഗ്രഹം, അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തി പിറ്റേ ദിവസം വന്നു. ഞാൻ ചോദിച്ചു, എടി നിനക്ക് ഓക്കെ ആണെന്ന്? ആ, അമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനും ആ ഐഡിയ നല്ലതാണെന്ന് അങ്ങ് സ്വീകരിച്ച് ചേച്ചി. ആ, എങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചേച്ചി പറയുമെന്ന് പറഞ്ഞു. വലിയ നാണം. അയ്യോ, അവൾക്കങ്ങ് ചമ്മലും. ആ, എന്തായാലും ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം, ഞാനും ഇറങ്ങി തിരിച്ചതല്ലേ. അങ്ങനെയായപ്പോൾ ഞാൻ പറഞ്ഞു, നീല നൈറ്റി അല്ലെങ്കിൽ ചുവന്ന നൈറ്റി അല്ലെങ്കിൽ നീല കാര്യങ്ങൾ വേണം മോളെ. അത് മാത്രമല്ല പിന്നെന്താ ചേച്ചി, പിന്നെ മുടി അഴിച്ചിടണം. ചേട്ടന് കെട്ടിവെച്ചാൽ ഇഷ്ടമല്ല. ആഹാ, ഇത്രയ്ക്കുള്ളോ ചേട്ടൻ? സിമ്പിളായിരുന്നു. എങ്കിൽ ഞാനെവിടെ സക്സസ് ആകും ചേച്ചി എന്ന് പറഞ്ഞു. അന്ന് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനും അവളും ഹസ്ബൻഡും പിള്ളേരുമല്ലേ ഉള്ളൂ. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് കാര്യം മനസ്സിലായി. ഇന്ന് എൻ്റെ അടുത്തല്ല വരേണ്ടതെന്ന്. എന്തായാലും അത്താഴം കഴിഞ്ഞ് വന്ന് ഹസ്ബൻഡ് കുളിക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചു, അത്താഴം കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് പതിവില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, ആ, അതിനിപ്പോൾ നീയല്ലേ എനിക്ക് എല്ലാം ചാർട്ട് ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്നത്, ഇന്നല്ലേ ആ ഡേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണ്. ആ, എങ്കിൽ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് മണവാളിനെ കൊണ്ട് മണിയറയിലേക്ക് വിട്ടത്. അപ്പോൾ എൻ്റെ അനിയത്തി, ചേച്ചി എനിക്ക് പേടി. ഞാൻ പറഞ്ഞു, പേടിയാണെങ്കിൽ അടങ്ങിയത് ഇരുന്നോണം, നീ ഒന്നും കാണാത്തവളോ കേൾക്കാത്തവളോ അല്ലല്ലോ, ഞാൻ വന്ന് കൂട്ടിയിരിക്കണോ? അയ്യോ, അങ്ങനെയല്ല ചേച്ചി, എനിക്ക് പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, പേടിയുണ്ടെങ്കിൽ നീ കട്ടിലടി കയറി അങ്ങ് ഒളിക്ക് എന്ന് പറഞ്ഞു. എന്തായാലും ഹസ്ബൻഡും എന്നെ ഒരു നോട്ടം നോക്കി ഞാൻ പോയിക്കോട്ടെ എന്നുള്ള അനുവാദമാണ്. ഞാൻ പറഞ്ഞു, പോ, അങ്ങ് പോയിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് കണ്ണു കാണിച്ച് ഒരു കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അങ്ങ് വിട്ടു. ആ റൂം നല്ല സൗണ്ട് പ്രൂഫാണ്. എന്തൊക്കെയോ ശബ്ദങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു.
പക്ഷേ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ആ, ഇനി ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ച് ഞാൻ പോയി കിടന്നു. എനിക്ക് ഉറക്കം എപ്പോഴുമാണ് വന്നത്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ അടുത്ത് വന്നു. ആ, മോളെ ചക്കര എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്, നീ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമാധാനിച്ചു. ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടാണെന്നും. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞതുപോലൊന്നുമല്ല, ചേട്ടൻ സൂപ്പറാന്ന് പറഞ്ഞു. അവസാനം നീ വിവാഹമോചനം ചെയ്ത് എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടുന്നു ചോദിച്ചു. അവൾ പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല, ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇതൊന്നും പറഞ്ഞ് പെണ്ണുങ്ങളുടെ കാര്യമില്ലെന്ന് പറഞ്ഞ് പെണ്ണ് തുള്ളിച്ചാടിപ്പോയി. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് സന്തോഷം. അങ്ങനെ 8 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പിന്നെ ഫുൾ റിസൾട്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് 8ാം മാസമാണെന്ന് പറഞ്ഞാൽ മാഡം പറയും ഞാൻ ചിലപ്പോൾ മാഡത്തെ കളിയാക്കാൻ വേണ്ടി എഴുതിയായിരിക്കുന്നു. അങ്ങനെയല്ല, സത്യമാണ്. ഒക്കെ ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. അനിയത്തി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, കാരണം ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു എൻ്റെ അനിയത്തിൽ ഭ്രമിച്ചു പോയിരിക്കുന്നു. പക്ഷേ പുള്ളി അവളുമായിട്ട് നിർബന്ധപൂർവ്വമുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്നോടൊന്നും പറയുന്നില്ല. സാധാരണ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. പക്ഷേ പലപ്പോഴും അവളുടെ പേരാണ് വിളിക്കുന്നത്. അത് മാത്രമല്ല, അവൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ സുന്ദരിയായതുകൊണ്ടായിരിക്കുമോ മാഡം, എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അവളുടെ പേരെന്നെ വിളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ലാളനകൾ കൂടുന്നതും എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. എനിക്ക് വല്ലാത്ത ചില നൊമ്പരങ്ങൾ തോന്നിത്തുടങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സിറ്റുവേഷനിലുള്ള പല കത്തുകളും ഞാൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്, കണ്ണിനെ കയം കാണിക്കരുത്. ആവശ്യമില്ലാത്ത ഇൻട്രസ്റ്റിലേക്ക് ഒരാളെ തള്ളിവിടരുത്. ഉഡായിപ്പും സൂത്രവിദ്യകളുമായി നിന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നെ ന്യൂട്ടൻ്റെ തേർഡിലും അറിയാമല്ലോ, ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെയും. എന്ത് കാര്യത്തിനും അങ്ങനെയാണ്, കൊടുത്താൽ കിട്ടും എന്ന് പറഞ്ഞതുപോലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൽ പല റിയാക്ഷൻസും പല മാജിക്കുകളും പല എൻ്റർടൈൻമെൻറ്റ് ലെവലുകളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇഴയെടുപ്പം എത്രത്തോളമാണ് ഡെവലപ്പ് ചെയ്തതെന്ന് അവർക്കറിയുള്ളൂ, നമുക്കറിയില്ല. അപ്പോൾ അത് അവർ തമ്മിലുള്ള ആ ഒരു കാര്യം നിങ്ങൾ അനുവദിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, നാച്ചുറലി വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ ചിലപ്പോൾ ആ പുള്ളിക്ക് ഇപ്പോഴും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിലൊക്കെ അത്ഭുതം, നിങ്ങൾ പറഞ്ഞ സമയത്ത് മാത്രം ആ ബന്ധം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പാവക്കൂത്ത് എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി പെരുമാറുന്നത്. അത് തന്നെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ അനിയത്തിയോട് കൂടുതൽ ഇഷ്ടമായിട്ട് ഇതെല്ലാം നിബന്ധനകളും മറന്ന് അവർക്ക് വേണമെങ്കിൽ ഒളിച്ചോടി വേണമെങ്കിൽ പോകാം, അവരുടെ ഇഷ്ടത്തിന് ജീവൻ തുടങ്ങാം. പക്ഷെ അതൊന്നുമില്ലാതെ വളരെ പ്രാക്ടിക്കലായി എടുത്തു. എന്തായാലും ഇതത്ര നല്ലൊരു കാര്യമാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഉണ്ടായ ആ ഒരു സ്നേഹത്തിൻ്റെ അനുരണനങ്ങൾ അയാളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഗംഗേ എന്ന് വിളിക്കില്ലേ, ശക്തമായിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരിക, മറ്റു ഭാഗത്തേക്ക് പോകാതിരിക്കുക. വലിയൊരു നിലനിൽപ്പിന് വേണ്ടി കാണിച്ച ഉടായ്പാണെന്ന് മാത്രം കരുതി അത് മറ്റ് തലങ്ങളിലേക്ക് വളർന്നു പോകാതെ നിങ്ങളുടെ ഭർത്താവിനെ മാനേജ് ചെയ്യുക. നിങ്ങളിവിടെ അസ്വസ്ഥയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് നടക്കില്ല. അപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അവരുടെ ബന്ധം വളർന്ന് നിങ്ങൾക്ക് പാരയാകാതെ ഭർത്താവിനെ നിങ്ങളേക്ക് അടുപ്പിക്കുക, അതവിടെ ക്ലോസ് ചെയ്യുക, അവരവരുടെ ജീവിതത്തിലേക്ക് പോവുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോരുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ കൂടിയും അത് ചെയ്തേ മതിയാകൂ. കാരണം അത്രയും വലിയ ഒരു കുറുക്കുവിദ്യയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വേറെ എന്തെല്ലാം വഴികളുണ്ട്. അതൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോഴേക്കും അതിന് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി അതിനെ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യണം.